ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന 20 ചോദ്യങ്ങൾ, പോലീസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന 20 മാത്സ് ചോദ്യങ്ങളാണ് സൂപ്പർ 20. ഓക്കെ, ഇത് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച ലെവലിലായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ശേഖരമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം പരിചയപ്പെടാം. 7 റൈസ് ടു പവർ 243 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 240 തവണ എഴുതി ഗുണിക്കുന്നതിന് സമമാണ് 7 243 എന്ന് പറഞ്ഞത്. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഗുണം 7 ആണ്. 7 5 എന്ന് പറഞ്ഞാൽ 7 ഗുണം 7 ഗുണം 7 ഗുണം 7 ഗുണം 7, അതായത് 7 5 തവണ എഴുതി ഗുണിക്കുന്നതിന് തമ്മിൽ പരസ്പരം ഗുണിക്കുന്നതിന് സമമാണ്. അപ്പൊ 243 നമുക്ക് ചെയ്തു നോക്കാൻ പറ്റൂല. ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ 1 മണിക്കൂർ 15 മിനിറ്റോ 1 മണിക്കൂർ 1.5 മിനിറ്റോ അല്ലെ, സോറി 1.5 മണിക്കൂർ, ആ ടൈം മാത്രം, എക്സാമിന്റെ ടൈം മാത്രം പോരാ കണക്ക് ചെയ്ത് തരാൻ. പക്ഷെ അതിന്റെ ഒറ്റയുടെ സ്ഥാനം ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പമാണ്. ഇവിടെ 7 ഓപ്ഷനും ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്, 1 ഉണ്ട്. ചെയ്യേണ്ടത് ഈ പവറിൽ തന്നേക്കുന്ന സാധനം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് റിമൈൻഡർ ശിഷ്ടം 3 കിട്ടും. ശിഷ്ടം 3 കിട്ടും. 6 4 24, ശിഷ്ടം 3 കിട്ടും. ഓക്കെ, അപ്പൊ ഈ 3 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. 7 കാണുക, അത് പവറിൽ കൊടുക്കണം. 7ന്റെ പവറിൽ അത് കൊടുക്കണം. 7 ഇൻറ്റു 7 ഇൻറ്റു 7, 7 ഗുണം 7 നമുക്കറിയാം 49, പിന്നെ ഒരു 7 കിടപ്പുണ്ട്. അത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 7 9 56, സോറി 63, ഇഷ്ടം 6 28 34, 343 കിട്ടും. അപ്പൊ 343ന്റെ ഒറ്റയുടെ സ്ഥാനം 3 ആണ്. ആ 3 ഇവിടെ എടുക്കേണ്ടത്. ഉത്തരം കിട്ടും. 3 അതിന്റെ ഉത്തരം. ഈ ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് വരാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, പകരം ചോദ്യം പറയാൻ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി, കണക്കാണ്. റിപ്പീറ്റ് അടിച്ച് പറയുന്ന കാര്യമില്ല, റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. ഓക്കെ, ചോദ്യം ഞാൻ പറയാം. രണ്ടാമത്തെ ചോദ്യമാണേ. 2 പേർ മാത്രം പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഇലക്ഷൻ നടക്കുകയാണ്. 2 കാൻഡിഡേറ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. 2 പേർ മാത്രം പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് 38% വോട്ട് ലഭിക്കുകയും ഒരാൾക്ക് 38% വോട്ട് ലഭിക്കുകയും അയാൾ 144 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു എങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്ര? ടോട്ടൽ വോട്ടേഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ എക്ക് 38% വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ബിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എത്രയാണ് മൊത്തം വോട്ട്? 100%. 100% നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 38% എക്ക് വോട്ട് കിട്ടിയാൽ ബിക്ക് എത്രയായിരിക്കും? 62% വോട്ടായിരിക്കും കിട്ടിയിട്ടുള്ളത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഭൂരിപക്ഷം ഈ 144 വോട്ടിനാണ് എ ബിയോട് തോറ്റത്. എയും ബി ഒക്കെ ഞാൻ ഇട്ടതാണ്, അസ്യൂം ചെയ്തതാണ്. 144 വോട്ടിനാണ് തോറ്റത്. ഈ 144 എന്ന് പറഞ്ഞാൽ ഈ 38% 62% തമ്മിലുള്ള വ്യത്യാസമാണ്. അതെന്ന് പറയുന്നത് 24%. 38% എക്ക് ലഭിച്ചു വോട്ട്, പക്ഷെ 144 വോട്ടിന് അദ്ദേഹം തോറ്റു എന്ന് പറഞ്ഞാൽ മറ്റത് 62% വോട്ട് കിട്ടിയ ആൾ ജയിച്ചു. അവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 144. ഈ ശതമാനം തമ്മിലുള്ള വ്യത്യാസം 24%. ഈ 24%മാണ് 144 എന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100% കണ്ടുപിടിച്ചാൽ ഉത്തരമായി. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അറിഞ്ഞുകൂടാതെ 100% എക്സ് എന്ന് എടുക്കുക. എക്സിന്റെ 100ൽ 24% എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 144. അങ്ങനെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2 ടേം അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി, അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 144, ഈ 100 അങ്ങ് മുകളിൽ പോവും, 24 അങ്ങ് അടിയിൽ പോവും. 24നെ 144 വെട്ടാൻ പറ്റും. കാര്യം 24 കൂടെ 6 ആണ് 144. നോക്കിക്കേ, ആണോ? അപ്പം ഇത് വെട്ടിപ്പോയാൽ
ഇവിടെ 6 വരും. 6 × 100 600 കിട്ടും. ഉത്തരമായി 600 ഉത്തരം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, വിലമതിക്കുന്ന മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകളുടെ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ തുക 1275 ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രസ്താവന, 1-നും 50-നും ഇടയിൽ എത്രയുണ്ട്? 25 ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? മൂന്നാമത്തത്, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 650 എന്നാണ് പറയുന്നത്. 650 അല്ല, 625. ഈ പ്രസ്താവന ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ പറയാം, 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ഇതിൽ 25 ഇരട്ട സംഖ്യകളും 25 ഒറ്റ സംഖ്യകളും ഉണ്ടാവും. അങ്ങനെയാണ് 50 സംഖ്യ വരുന്നത് അല്ലെ. 1, 2 എന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് 1 ആദ്യത്തെ ഒറ്റ സംഖ്യ, പിന്നെ രണ്ടാമത്തെ ഇരട്ട സംഖ്യ, അങ്ങനെ പോകുമ്പോൾ 25 ഓഡ് നമ്പേഴ്സും 25 ഈവൻ നമ്പേഴ്സും ഉണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ. തുക, സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n × n+1/2 ആണ് ഇക്വേഷൻ. n എന്ന് പറയുന്ന സംഖ്യകളുടെ എണ്ണം 1 തൊട്ട് 50 വരെയുള്ള എണ്ണം സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 50 ആണ്. മൊത്തം 50 സംഖ്യയാണ്. അപ്പൊ 50 × 51/2 ആണ് ഉത്തരം. വെട്ടിക്കളയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ബൈ എടുത്താലും മതി. വെട്ടുമ്പോൾ 25 വരും. അപ്പൊ 51 × 25 കണ്ടുപിടിച്ചാൽ മതി. 5 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് 5 25 102 എന്ന് വരും. അപ്പം ഇവിടെ 5 7 2 1275 എന്ന് പറയുന്ന തുകയാണ് കിട്ടുന്നത്. അത് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഞാൻ അവിടെ പറഞ്ഞു 1 തൊട്ട് 50 വരെ മാത്രമാണ് 25 പോസിറ്റീവ് എന്താണ് ഇരട്ട സംഖ്യകൾ 25 ഒറ്റ സംഖ്യകളും വരുന്നത്. ഇവിടെ 1-നും 50-നും ഇടയിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ 2 നമ്പർ കൗണ്ട് ചെയ്യൂല. അതിന്റെ ഇടയിലാവുമ്പോൾ 2 സംഖ്യകൾ അപ്പൊ തന്നെ കട്ടായി പോയി. പിന്നെ 48 സംഖ്യകളേ ഉള്ളൂ. ഈ 48-ൽ 24 ഒറ്റ സംഖ്യയും 24 ഇരട്ട സംഖ്യയും വരുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഒറ്റ സംഖ്യ 24 വരൂ എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇത് തെറ്റാണ്. ഇനി 1 തൊട്ട് 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക, അതിന് ഇക്വേഷൻ ഉണ്ട്. n × n+1 ആണ് ഇക്വേഷൻ. n × n+1 ആണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് 1 തൊട്ട് 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ കാര്യമാണ്. ഇരട്ട സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു 1 തൊട്ട് 50 വരെ 25 എണ്ണമാണ് ഉള്ളത്. 1-നും 50-നും ഇടയ്ക്കാണെങ്കിൽ 24 എണ്ണം. 1 മുതൽ 50 വരെ ആണെങ്കിൽ 25 എണ്ണം. അപ്പൊ 25 × n+1 ആകുമ്പോൾ 26 വരും. ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടും. 25 × 26 നോക്കാം. 26 × 25 6 5 30 ശിഷ്ടം 3 10 13 12 ശിഷ്ടം 1 5 650 എന്ന് വരും. അപ്പൊ അതും തെറ്റാണ് അല്ലെ. ഇരട്ട സംഖ്യ 625 എന്നാണ് ഇവിടെ കൊടുത്തത്. 650 ആണ് ഉത്തരം. ഓക്കെ, തെറ്റിപ്പോയില്ലല്ലോ അല്ലെ. 30 ശിഷ്ടം 3 13 52 650. ഓക്കെ, അപ്പം ഈ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് മാത്രമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് ഒരു ഗസ്സിനായി. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, 10 പുരുഷന്മാരോ മെയിൽസ് 12 സ്ത്രീകളോ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. ഇങ്ങനെ എഴുതി പോണം. 10 പുരുഷന്മാരോ 12 സ്ത്രീകളോ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ 15 പുരുഷന്മാരും 6 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 പുരുഷന്മാരും 12 സ്ത്രീകളോ 10 ദിവസം കൊണ്ട് തീർക്കുന്ന പ്രവൃത്തി 15 പുരുഷന്മാരും 6 വിമൻസും കൊണ്ട് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ വേണ്ടി
ഇതും കൂടെ ഗുണിക്കുക. 10 ഗുണം 12 ഗുണം 10 ഡിവൈഡ് ബൈ ഇത്ര കാര്യമേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, തമ്മിൽ കൂട്ടുക. 10 ഗുണം 6 60 പ്ലസ് ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം 15 ഗുണം 12 എത്ര വരും? 120 വരും. ഇനി ഇവിടെ ഗുണിക്കുമ്പോഴാ 12 180 വരും അല്ലെ? 180 വരും. ഇതെല്ലാം കൂടെ നോക്കുമ്പോ അത്ര വരും. 1200 ബൈ 1200 വരും. ഇവിടെ 240 വരും കേട്ടോ. ഇതും വെട്ടിപ്പോവും, 0 വെട്ടിപ്പോയി. 24 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 5 വരും. 5ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മോഡൽ അങ്ങ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നിരത്തി പിടിച്ചങ്ങ് എഴുതുക, തമ്മിൽ ഗുണിക്കുക, അടിവര ഇടുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, പ്ലസ് ചെയ്യുക, സോൾവ് ചെയ്യുക, ഉത്തരം കിട്ടും. ഇത്രേ ഉള്ളൂ. മനസ്സിലായാലും റിപ്പീറ്റ് അടിച്ച് കണ്ടത്. ഞാൻ ഇതൊന്നും കൂടെ പറയണതിനെക്കാട്ടി നല്ലതാണ് റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. അടുത്ത 5ാമത്തെ ചോദ്യം. ഒരാളുടെ ഒഴുക്കിനെതിരായ വേഗം, ഇത് നദിയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് സങ്കല്പിച്ച് വരയ്ക്കാം. നദി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുകയാണ്. ഒരാള് ഇങ്ങോട്ട് നീന്തണ ആളിന്റെ പടം വേണമെങ്കിൽ വരയ്ക്കാം. ഇങ്ങോട്ട് നീന്തയാണ്, നദി അങ്ങോട്ട് ഒഴുകുകയാണ്. ഒഴുക്കിനെതിരായ വേഗം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഒരാളുടെ ഒഴുക്കിനെതിരായ വേഗം എന്ന് പറയുന്നത് 6 കിലോമീറ്റർ/h ആണ്. 6 km/h ആണ് ഒഴുക്കിന്റെ വേഗം. 2 km/h ആണ്. എങ്കിൽ നിശ്ചല ജലം ഒഴുകാതെ കിടക്കുമ്പോൾ ഫ്ലോട്ടിംഗ് വാട്ടറിന്റെ എത്രയാണ് സ്പീഡ് എന്നാണ് ചോദിക്കുന്നത്. നിശ്ചല ജലത്തിന്റെ വേഗമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. നിശ്ചല ജലത്തിന്റെ വേഗമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒഴുകുന്ന ജലം ഓപ്പോസിറ്റ് പോകുന്ന ആളുടെ വേഗം രണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നിശ്ചല ജലത്തിന്റെ വേഗം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ഒന്നുമില്ല, തമ്മിൽ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 വരും, അതാണ് ഉത്തരം. നിശ്ചല ജലം മാറിപ്പോലെ. നിശ്ചല ജലം എന്ന് പറയുന്നതിന്റെ വേഗം 8 kmph. ഇതിന്റെ സംഭവം ഒന്നുമില്ല. ഒരാള് ഒരു ജലത്തില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുക്ക് 2 km/h ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് നീന്താണെന്ന് വിചാരിക്കുക. നിശ്ചല ജലത്തിന്റെ വേഗത 8 km/h ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വേഗം എത്രയെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടണായിരിക്കും. അങ്ങോട്ടല്ലേ നീന്തണം, 10 വരും. ഇനി അയാൾ തിരിച്ച് നീന്തുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഉത്തരം വരുന്നത്. 6 km/h വരും. ഇനി നിശ്ചല ജലം തന്നിട്ടില്ലെങ്കിൽ ഒഴുക്കിനെതിരായതും ഒഴുക്കിന്റെയും സ്പീഡ് നോക്കുക, രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നിശ്ചല ജലം. അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും കൂടെ കൂട്ടിയാൽ വെറുതെ കിടക്കണ വെള്ളത്തിന് കിട്ടും. ഇതാണ് ഇതിന്റെ പോളിസി. ഈ പോളിസി അറിയാമെങ്കിൽ മാർക്ക് കിട്ടും. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നിശ്ചല ജലം എന്ന് പറയുന്ന ടോപ്പിക്ക് അറിയാത്തവർ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുക, മനസ്സിലാവും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്, വീണ്ടും പറയുന്നില്ല. റിപ്പീറ്റ് അടിച്ച് കാണുക. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് റിവറാണ്. നിശ്ചല ജലം എന്ന് പറയുന്ന ആ നിശ്ചല ജലത്തിന്റെ വേഗത 8 km/h എന്ന് ഇരിക്കട്ടെ. ഇനി ഇങ്ങോട്ടാണ് ഒഴുക്കിന്റെ വേഗത 2 km/h ആണ്. ഈ ഒഴുക്കിനെതിരെ ഒരാൾ നീന്തുകയാണ്. താഴെ നിന്ന് മേലോട്ട് നീന്തുകയാണ്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് അയാൾ നീന്തുന്നത്, ഇങ്ങോട്ട് നീന്തുകയാണെങ്കിൽ. അപ്പൊ അയാളുടെ വേഗത എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചല ജലത്തിന്റെ വെള്ളത്തിന്റെ വേഗത 8 ആണ്. ഒഴുക്ക് വന്നതാണെങ്കിൽ രണ്ടും കൂടെ കൂടെയാണ്. അപ്പൊ ഇതിനെതിരെയാണ് അയാൾ ഇങ്ങോട്ട് നീന്തുന്നത്. ഇപ്പൊ വെറുതെ ഇറങ്ങണ വെള്ളത്തിൽ അയാൾക്ക് എത്ര പോവാം? വെറുതെ ഇറങ്ങണ വെള്ളത്തിൽ 8 km സ്പീഡിലുള്ള വെള്ളത്തിൽ അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് നീന്തി പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ഒഴുക്ക് കിടക്കുകയാണ്. 2 km/h ഒഴുക്ക് കിടക്കുകയാണ്. ആ ഒഴുക്കിനെ ഓവർകം ചെയ്താലേ അയാൾക്ക് ഇങ്ങോട്ട് നീന്താൻ പറ്റുള്ളൂ. അപ്പം ഈ 8ന്ന് 2 കുറച്ച 6 kmph ഇയാൾക്ക് എത്ര പവർ കൊടുത്താലും നീന്തി കയറാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇത് കൂടെ സ്പീഡ് കൂട്ടാൻ പറ്റിയ നല്ല കഴിവുള്ളവരാണെങ്കിൽ പറ്റും. പക്ഷെ നോർമൽ ഒരാൾക്ക് ഈ നിശ്ചല ജലത്തിന് എതിരെയുള്ള ഒഴുക്കിനെ എതിരെ നീന്തുകയാണെങ്കിൽ ഈ ഒഴുക്കും കൂടെ കുറഞ്ഞിട്ടുള്ള സ്പീഡേ അയാൾക്ക് കിട്ടുള്ളൂ.
6 kmph കിട്ടും. ഇനി ഇവ നിലവിൽ ക്വസ്റ്റ്യനിൽ നിശ്ചല ജലം തന്നിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് നീന്തുന്ന ആള് 6 കിലോമീറ്റർ സ്പീഡിലാണ് നീന്തുന്നത്, ഇങ്ങോട്ട് ഒഴുക്ക് 2 ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്നതായിരിക്കും നിശ്ചല ജലം. ഇനി ഒഴുക്ക് തന്നിട്ടില്ലെന്ന് വിചാരിക്കുക, എളുപ്പമാണ്. ഒഴുക്ക് തന്നിട്ടില്ല, നിശ്ചല ജലത്തിൽ ഒഴുക്കിനെതിരെ ഒരാൾ നീന്തുമ്പോൾ 6 കിലോമീറ്റർ സ്പീഡിൽ നീന്തിയാണ്. ജസ്റ്റ് ലോജിക്ക് ആലോചിച്ചാൽ കിട്ടും. നിശ്ചല ജലത്തിൽ 8 കിലോമീറ്റർ സ്പീഡാണ് വേഗത. അയാൾ ഓപ്പോസിറ്റ് ഒഴുക്കിനെതിരെ നീന്തുമ്പോഴത്തേക്ക് അയാൾക്ക് 6 കിലോമീറ്റർ സ്പീഡേ കിട്ടുന്നുള്ളൂ. അതായത് അവിടെ തടസ്സം എത്രയാണ്? 2 ആണ്. തടസ്സം എന്ന് പറയുന്നത് ഒഴുക്കാണ്. 2 kmph ആണ് ഒഴുക്ക്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അയാൾ അങ്ങോട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ അങ്ങോട്ട് തിരിച്ച് നീന്തിയാണെങ്കിൽ എത്ര സ്പീഡ് കിട്ടും? ഇങ്ങോട്ട് നീന്തിയാണ് അയാൾ, എന്തായാലും നീന്തിയാണ്. അതിനപ്പൊ ഈ നിശ്ചല ജലത്തിന്റെ സ്പീഡും ഈ ഒഴുക്കിന്റെ സ്പീഡും കൂടെ ചേർത്ത് 10 kmph അയാൾക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ പരിപാടി. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതൊരു ആൾജിബ്രായിക് ക്വസ്റ്റ്യൻ ആണ്. 9^2x ഗുണം 3 കാണാനും വയ്യല്ല 8 3/8 ഈക്വൽ ടു 27/12 എങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. 9 ഗുണം 9/2x ഗുണം 9/2x ഗുണം 3/8 ഇൻറ്റു 27/12 അതിൽ എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ 3ന്റെ ടൈമിൽ കിടക്കണം. അപ്പൊ ഏറ്റവും ചെറിയ ടൈമിലോട്ട് കൊണ്ടുവരാം. ഈ 9നെ 3ന്റെ ടൈമിലാക്കാം, 27നെ 3ന്റെ ടൈമിലാക്കാം. അതാണ് ഏറ്റവും വലിയ ഐഡിയ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇല്ലാത്തവർ ഇത് ചെയ്ത് പഠിക്കണം, അപ്പൊ മനസ്സിലാവും. ഒന്നുമില്ല, ഇങ്ങനത്തെ എന്താണ് PYQs ചെയ്താലും മതി, മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് പഠിച്ചാൽ മതി. അപ്പം 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ 3ന്റെ സ്ക്വയർ ഹോൾ റേസ് ടു 2x എന്ന് എഴുതി, ഗുണം 3/8 എന്ന് എഴുതി. അടുത്ത 27 നമുക്ക് 3ന്റെ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. 3/3 3ന്റെ സ്ക്വയർ 9 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്. അപ്പൊ 27 അവിടെ തീർന്നു, 12 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈ രണ്ടിനെ ഇങ്ങോട്ട് കയറ്റി ഗുണിച്ചു കഴിഞ്ഞാൽ 3/4x എന്ന് കിട്ടും. a⁻m ഹോൾ റേസ് ടു n ഈക്വൽ ടു a⁻m ഇൻറ്റു n. ആ ഇക്വേഷൻ അത് അറിയാത്തവര് പഠിക്കണം. ഇൻറ്റു 3/8 ഈക്വൽ ടു 3/3 ഇൻറ്റു 12 36. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ a⁻m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a⁻m ഇൻറ്റു n ആണ്. ആ പരിപാടിയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ 3 തമ്മിൽ ഗുണിക്കാം അല്ലെ. a⁻m ഇൻറ്റു a⁻n എന്ന് നടന്നു കഴിഞ്ഞാൽ a⁻m പ്ലസ് n ആണ്. ഇത് അങ്ങ് പഠിച്ചേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കണ്ടുപോകണം. a⁻m ഇൻറ്റു n ഇങ്ങനെ വരും. അപ്പൊ അത് പ്രകാരം ഇത് നമുക്ക് എഴുതാം 3/4x + 8 ഈക്വൽ ടു 3/36. ഇവിടെ 3 ഇവിടെ 3 തമ്മിൽ പവർ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ പവർ തമ്മിൽ ഈക്വൽ ചെയ്യാം. 4x + 8 ഈക്വൽ ടു 36 എന്ന് വരും. 8ഉം 36ഉം കൂടെ വെട്ടിപ്പോയി ഇവിടെ 28 കിട്ടും. 4x എന്ന് പറയുന്നത് 28 കിട്ടിക്കഴിഞ്ഞാൽ x എന്ന് പറയുന്നത് 28/4 ആണ്. ഉത്തരം 7 വരും. ഇതാണ് അതിന്റെ കണക്ക്. അറിഞ്ഞാത്തവർ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടുപോക്കുക, അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ കണ്ടുപോക്കുക. അടുത്ത 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യമാണ് ഒരു 5% സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. 5% സാധാരണ പലിശ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ഈക്വൽ ടു 5%. ക്വസ്റ്റ്യൻ കാണുന്നത് തന്നെ നമ്മൾ എഴുതി അങ്ങ് വെക്കണം. പലിശ നിരക്കിൽ 500 രൂപ 625 രൂപയായി മാറാൻ എത്ര വർഷം എടുക്കും? നമ്പർ ഓഫ് ഇയേഴ്സ് n ആണ് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. വേറെ കണ്ണു തള്ളണ്ട. 500 രൂപ എന്ന് പറയുന്നത് 625 മാറി എന്ന് പറഞ്ഞാൽ പലിശ 125 രൂപ കിട്ടി എന്നാണ് അവിടെ അർത്ഥം. എത്ര വർഷം കൊണ്ട് കിട്ടി? അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ നമുക്ക് നോക്കാം. 500 രൂപ 5% പലിശ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് വർഷം നമുക്ക് എത്ര കിട്ടും? 500 ഗുണം 100ൽ 5 നോക്കാം.
25 രൂപ കിട്ടും. ഒന്നാമത്തെ ഇയറിൽ 25 രൂപ കിട്ടും. രണ്ടാമത്തെ ഇയറിൽ അടുത്ത 25, അപ്പൊ 50 ആവും. 5 വർഷം കൊണ്ട് 125 ആവും. 25 ഗുണം 5. ഓരോ സാധാരണ പലിശയായിട്ട് കൂട്ടുപലിശയില്ല, അതേ പലിശ തന്നെ കയറിക്കൊണ്ടിരിക്കും. 500 ഫസ്റ്റ് വർഷം ഇട്ടാൽ 25 കൂടും, രണ്ടാമത്തെ വർഷം വീണ്ടും 25 കൂടെ വീണ്ടും 25 ആവും. അങ്ങനെ കൂടിക്കൂടി പോകും. അപ്പൊ 5 വർഷം ഇട്ടാൽ 125 മാറും. അപ്പോൾ എത്ര? എന്നിന്റെ ആൻസർ 5 വരും. അതാണ് ഇവിടുത്തെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എട്ടാമത്തെ ചോദ്യമാണേ. ഒരു ക്ലാസ്സിലെ 9 കുട്ടി, എളുപ്പമാണ് ഇത്, കണക്ക് പോലും ചെയ്ത് നോക്കണ്ട, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ഐഡിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട്. ഒരു ക്ലാസ്സിൽ 9 കുട്ടികളുടെ 9 സ്റ്റുഡൻസിന്റെ ശരാശരി ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 74.5 ആണ്. 74.5 കിലോയാണ് ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ആവറേജ് വെയിറ്റ്. ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 65, ഒരു കുട്ടിയുടെ കിലോ 65 കിലോ ആയിരുന്നു. പക്ഷെ അത് തെറ്റായിട്ട് ഡിനോട്ട് ചെയ്തു, 56 ഡിനോട്ട് ചെയ്തു പോയി. അങ്ങനെ വെച്ച് ചെയ്തപ്പോഴാണ് ഈ 9 കുട്ടികളുടെ ശരാശരി വെയിറ്റ് 74.5 എന്ന് കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ 65 ആയിരുന്നു, അതിന് പോലെ 56 വെച്ച് ചെയ്തപ്പോഴാണ് അങ്ങനെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി ഈ 65 എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ശരാശരി ആവും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 9 വെയിറ്റ് ആണ് കുറഞ്ഞിരിക്കുന്നത്. 9 കുട്ടികൾക്ക് 9 വെയിറ്റ് കുറഞ്ഞു, അതായത് ശരാശരി 1 അവിടെ കുറയുകയാണ് ചെയ്യപ്പെട്ടത്. ഈ ശരാശരി 1 കുറഞ്ഞ ഉത്തരമാണ് 74.5. അപ്പൊ കൂടിയ ഉത്തരം എത്രയാണ്? 75.5 ആണ്. സിമ്പിൾ ആണ്, ഒന്നുകൂടെ പറയാം. ഇത് വേറെ ഒന്നുമില്ല, ഒന്നുകൂടെ പറയാൻ കാര്യം വെച്ചാൽ ശ്രദ്ധയിൽ മിസ്റ്റേക്ക് വരാം. 65 കിലോ ആയിരുന്ന കുട്ടിയുടെ വെയിറ്റ് 56 കിലോ ആയിട്ട് വച്ച് ചെയ്തപ്പോഴാണ് 9 കുട്ടികളുടെ വെയിറ്റ് ശരാശരി വെയിറ്റ് 74.5 കിലോ എന്ന് കിട്ടിയത്, 74.5 എന്ന് കിട്ടിയത്. ഈ 65 കിലോയിൽ നിന്ന് 9 കിലോ കുറവാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എടുത്തത്. അപ്പൊ 9 കൂടുതലാണ് വരേണ്ടത്. 9 കുട്ടികളെയാണ് ഈ 9 കിലോ ബാധിച്ചത്. അപ്പൊ ഒരു കുട്ടിക്ക് ശരാശരി എത്രയാണ്? 1 കിലോ വെച്ച് കുറഞ്ഞാണ് കിട്ടിയത്. അപ്പൊ ഒരു കിലോ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം. 74.5 എന്ന സ്ഥാനത്ത് 75.5 എന്ന് എഴുതണം. അപ്പൊ ഉത്തരം കിട്ടും. ഐഡിയ ഉള്ളവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, അടുത്ത എന്തായാലും BSc നോക്കി തുടങ്ങിയ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്കാവും. ഇതൊന്നും നിങ്ങൾക്ക് ക്ലിക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഊഹിച്ചോ, മനസ്സിലാക്കിക്കോ, കണക്ക് നിങ്ങൾ അത്രത്തോളം ബേക്കിലാണ്, അതനുസരിച്ച് പഠിക്കണം. ഓക്കെ, ഡെസ്പാക്ക് എന്നല്ല, സത്യാവസ്ഥയാണ് പറയുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം. A:B എന്ന് പറയുന്നത് 5:6 ആണ്. ഇത് ഷുവർ ഷോട്ട് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പല തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് വരാൻ സാധ്യതയുള്ള ഉറപ്പായ ക്വസ്റ്റ്യൻ ആണ്. എത്ര പഠിച്ചാലും മറന്നുപോകുന്ന കാര്യം വിട്ടു. 5:6 ആണ് A:B എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചോണം. B:C എന്ന് പറയുന്നത് 3:4 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ A:B:C എത്ര? ഞാൻ പല പരീക്ഷയ്ക്ക് മുട്ടുകുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്, അറിയാം, പക്ഷെ മറന്നുപോയി. അപ്പൊ A:B 5:6, B:C 3:4 എങ്കിൽ A:B:C എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഡിവൈഡ് ചെയ്താൽ ബിയും വെട്ടിപ്പോകും. അപ്പൊ A:C കിട്ടുള്ളൂ. നമുക്ക് A:B:C കിട്ടണം. ഒന്നുമില്ല, A:B:C ചുമ്മാ ഇവിടെ എഴുതുക. A:B 5:6, B:C 3:4. ഇതും കൂടെ ഗുണിക്കണം. എത്ര? 15. അടുത്ത ഇതും കൂടെ ഗുണിക്കണം. 3:6 എത്ര? 18. ഈ 6ഉം 4ഉം കൂടെ ഗുണിക്കണം, 24. ഒന്നുമില്ല, തന്നിരിക്കുന്ന സാധനങ്ങളെ ഓർഡറിൽ എഴുതുക. 5:6, അടുത്ത താഴെ 3:4. ഇതും കൂടെ ഗുണിക്കണം, ഇതും കൂടെ ഗുണിക്കണം, ഇതും കൂടെ 6 ആയിട്ട് ഗുണിച്ചു പോകണം. അപ്പൊ കിട്ടും. ഇനി ഒരു ഐഡിയ കൂടെ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാം, അല്ലെ? ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തെറ്റി വരാം. അത് മാറ്റാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ പറയാം. 5:6 അല്ലെ, അടുത്തത് 3:4 അല്ലെ. ഇവിടെ പറഞ്ഞ മിസ്സിംഗ് അല്ലേ? ഈ 6 ഇവിടെ എഴുതാം, ഈ 3 ഇവിടെ എഴുതാം, എന്നിട്ട് ഗുണിക്കണം ഇങ്ങനെ. 15 താഴെ 18, ഇവിടെ 24. ഇങ്ങനെ കണ്ടുപിടിക്കാം. 2 രീതിയുണ്ട്, ഏതുവേണം ഫോളോ ചെയ്യാം. മറന്നുപോയി ഇങ്ങനെ എഴുതിയാൽ മതി. എഴുതി പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ 3 ഇവിടെ എഴുതുക, ഈ 6 ഇവിടെ എഴുതുക, അപ്പൊ കറക്റ്റ് ആവും. അപ്പൊ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത്ര ചെയ്തിട്ട് നിർത്തരുത്. കാര്യം ഓപ്ഷനിൽ
ഇങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതിനെ എല്ലാത്തിനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കിട്ടും, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 കിട്ടും, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 കിട്ടും. ഇതേ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഉത്തരം തെറ്റിപ്പോയെന്ന് വിചാരിക്കരുത്. സിംപ്ലിഫൈഡ് ഫോം ആയിരിക്കും തന്നേക്കുന്നത്, ഡിവൈഡ് ചെയ്ത് പോയി. കാരണം ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. 5:6:8 എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ മറന്നു പോകരുത്. ഇവിടെ ഒന്നുകൂടെ വേണമെങ്കിൽ വരച്ച് എഴുതിയിടാം. A:B 5:6 ABC B:C 3:4. ഗുണിക്കേണ്ടത് ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. ഇനി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഈ 3 ഇപ്പുറത്ത് എഴുതുക. ഇവിടെ ഒന്ന് മിസ്സിംഗ് ആണ്, ഇത് ഇപ്പുറത്ത് എഴുതുക. ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. കിട്ടുന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. പകുതി ക്വസ്റ്റ്യൻസ് ആകുമ്പോഴാണ് നമ്മള്. അടിപൊളി ക്വസ്റ്റ്യൻ. 5√, ഷുവർ ഷോട്ട് ആണ്. 5√2 മീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ വികർണം എന്ന് പറഞ്ഞത് ഇതാണ്. ഈ വരച്ചേക്കുന്നത് വികർണം. ഈ വരച്ചേക്കുന്നത് ഈ തന്നിരിക്കുന്ന 5√2 മീറ്റർ വശമുള്ള സമചതുരത്തിന്റെ വികർണം വെച്ചുകൊണ്ട് പുതിയൊരു സമചതുരം ഉണ്ടാക്കിയാൽ, അതായത് ഈ വികർണത്തിന്റെ അളവ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമചതുരം ഉണ്ടാക്കിയാൽ അതിന്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ വികർണം നമുക്ക് അറിഞ്ഞുകൂടാ, വശം നമുക്ക് അറിയാം. ഈ വശം എടുത്താലും ഈ വശം എടുത്താലും ഈ വശം എടുത്താലും ഈ വശം എടുത്താലും എല്ലാം സെയിം ആയിരിക്കും. അതാണ് സമചതുരം. അതാണ് ഈ തന്നേക്കുന്നത് A. ഒരു സൈഡ് A ആയിരിക്കും. 5√2 ആണ്. അപ്പൊ ഇത് 5√2, ഇത് 5√2 അല്ലെ? അങ്ങനെയാണെങ്കിൽ വികരണം എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മട്ടത്രികോണമായേ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ 5√2 സ്ക്വയർ എന്ന് പറയുന്നത് 25 ഗുണം ഈ 5ന്റെ സ്ക്വയർ 25 ഗുണം √2 സ്ക്വയർ 2 ആണ്, 50 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്താൽ 50 കിട്ടും, ഇതിന്റെ സ്ക്വയർ എടുത്താൽ 50 കിട്ടും. 50 കൂടെ കൂട്ടിയാൽ 100 എന്ന് കിട്ടും. ആ 100 എന്ന് പറയുന്നത് അതിന്റെ വർഗമായിട്ട് കിട്ടുന്നതാണ്. ആ കറക്റ്റ് വശം ഈ വികരണം എന്ന് പറയുന്നത് D എന്ന് എടുക്കാം. ആ വികരണം എന്ന് പറയുന്നത് √100 ആണ് ഉത്തരം വരുന്നത്. അതായത് 10 കിട്ടും. ഇത് 5√2 ഇത് 5√2 വന്നാൽ ഇവിടെ 10 വശം വരുന്നത്. മാറിപ്പോലും 10. ഓക്കെ, 10 വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് 10 ഇനി ഈ വികരണം വെച്ചുണ്ടാക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം എത്രയെന്ന് വെച്ചാൽ 10ന്റെ സ്ക്വയർ ആയിരിക്കും. അതായത് 100 വരും. D സ്ക്വയർ ആണ് അതിന്റെ വിസ്തീർണം വരുന്നത്, 100. കേട്ടോ, ചിലരായി ഇവിടെ എത്തുമ്പോഴേ ഈ 100 കിട്ടുമ്പോഴേ അടുത്ത ആൻസർ എഴുതി പോകും. തെറ്റിപ്പോകും എന്ന് പറയണ്ട. കാര്യം ഈ ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോകില്ല. കാരണം വീണ്ടും വിസ്തീർണം തന്നെ ചോദിച്ചേക്കുന്നത്. ഈ വശമാണ് ചോദിച്ചേക്കണെങ്കിൽ 10 വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഈ 100 വരെ കിട്ടിയപ്പോൾ ഞാൻ ചാടി കയറി 100 ഓപ്ഷനിൽ ഉള്ളതുകൊണ്ട് എഴുതി പോയി. പക്ഷെ ഇവിടെ വിസ്തീർണം ചോദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഈ വശമാണ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എത്ര വരും? 10 വരും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതായത് ഇതൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകളാണ് ഞാൻ പറയുന്നത്. അതനുസരിച്ച് ചെയ്താൽ ഉപയോഗം വരാം. അടുത്ത 11ാമത്തെ ചോദ്യം. ചില ക്വസ്റ്റ്യൻ എളുപ്പവും ചിലത് പാടുമായിരിക്കും. ക്വസ്റ്റ്യൻ അങ്ങനെ വരുള്ളൂ എപ്പോഴും. 1996 ജനുവരി 1 വ്യാഴമാണ് എങ്കിൽ 2008 ജനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദ്യം. 1996 ജനുവരി 1 വ്യാഴമായാൽ 2008 ജനുവരി 1 ഏത് ദിവസം ആവും എന്നാണ് ചോദിച്ചേക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഓപ്ഷനുണ്ട്. കിട്ടേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. 96 മുതൽ 2008 വരെ എത്ര വർഷമുണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. 96 തൊട്ട് 2008 വരെ നമുക്ക് മൊത്തം എത്രയാണ്? 12 വർഷമുണ്ട് അല്ലേ? 96, 97, 98 അങ്ങനെ കൂട്ടിയൊക്കൊണ്ട. 90 ഇത് കുറച്ചാലും മതി. അല്ലെങ്കിൽ ഇത് എത്ര ചുമ്മാ കൂട്ടാം. 4 വർഷം കൂടുമ്പോൾ 2000 ആവും. പിന്നെ 8 വർഷമുണ്ട് അല്ലേ? 12. ഇനി ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് ഇതുവരെയാണ്. ഇതിനിടയിൽ ഈ 2 ഡേറ്റുകൾക്കിടയിൽ എത്ര അതിവർഷം വരുന്നു എന്ന് പഠിക്കണം. 1996 അതിനുശേഷം നമ്മളെ ഫെബ്രുവരിയിൽ 1 വർഷം എക്സ്ട്രാ വരും അല്ലെ? 96 അതിവർഷമാണ്. 4ന്റെ മൾട്ടിപ്പിൾ എല്ലാം അതിവർഷം ആയിരിക്കും. അപ്പം 96 അതിവർഷമാണ്. 1 96 വരും. ഇനി 2000 അതിവർഷമാണ്. 2004 അതിവർഷമാണ്. 2008 അതിവർഷമാണ്. പക്ഷെ ഇവിടെ എടുക്കേണ്ട കാര്യം ഈ 2008 അതിവർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലെ 29 ദിവസം വരുള്ളൂ. അപ്പൊ ഈ വർഷം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് 2008 ജനുവരി 1 വരെ നമുക്ക് മതി. അപ്പൊ ഇതിന് ഇടയിൽ എത്ര അതിവർഷം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ ഡേറ്റ് മാർച്ച് 1 എന്ന് വന്നിരുന്നെങ്കിൽ
നമുക്കത് എടുക്കേണ്ടി വന്നേനെ അല്ലേ? അപ്പൊ അവിടെ ജനുവരി 1 കിടക്കണം, അപ്പൊ അത് നോക്കണ്ട. അപ്പൊ 3 അതിവർഷം കൂടെ കിടക്കുകയാണ്. അപ്പൊ മൊത്തം 15. ഈ കിട്ടിയ ഡേറ്റ് നമ്പറിനെ 7 ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ ശിഷ്ടം എത്ര വരും? 1 വരും. ഇത് 7 14, ശിഷ്ടം 1. ഈ 1 ഈ തന്നേക്കുന്ന ദിവസത്തിനോടൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച, ഉത്തരം വെള്ളിയാഴ്ച. ഓക്കെയാണേ. അപ്പൊ അതുമായി കലണ്ടറിന്റെ എല്ലാം മിക്സ് ചെയ്ത് പറഞ്ഞ ഒരു സെറ്റാണ്. എല്ലാം ക്ലോക്ക്, കലണ്ടർ, സ്ഥാനനിർണയം, വയസ്സ് എല്ലാം വരെയാണ്. 12ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12. സമയം 5:40 ആയി കഴിഞ്ഞാൽ മണിക്കൂർ മിനിറ്റ് തമ്മിലുള്ള കോണളവ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? ഇത് നമുക്ക് ഇക്വേഷൻ അറിയാം. 30h - 11/2 ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ്, കളയരുത്. h എന്ന് പറഞ്ഞാൽ മണിക്കൂർ 5, മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40. അപ്പൊ 30 × 5 - 11/2 × 40 വെട്ടിപ്പോകുമ്പോ ഇവിടെ 20 വരും. 300 വരും. 150 - 220 വരും. വ്യത്യാസം നോക്കിയാൽ മതി 70, അതാണ് ഉത്തരം. അല്ല -70 ഒന്നും നോക്കണ്ട, വ്യത്യാസം 70, അതാണ് ഉത്തരം. 70 ഡിഗ്രി വരും ഉത്തരം. അടുത്ത 13ാമത്തെ ചോദ്യം. ഇനി വെറും 8 ചോദ്യങ്ങളേ ഉള്ളൂ. 13ാമത്തെ ചോദ്യം. ശ്രേണി ശ്രദ്ധിക്കുക. അടുത്ത പദം എല്ലാവർക്കും പോളതാണ്. ഇതൊക്കെ അങ്ങനെ കിട്ടൂല അല്ലേ? തെറ്റിപ്പോവും. എത്ര ചെയ്താലും തെറ്റിപ്പോവും. ഇവിടെ 10 കൂടി, അടുത്തത് 50 കൂടി, അടുത്തത് 250 കൂടി, അടുത്തത് 1250 കൂടി. ശ്രദ്ധിക്കുക. ഇവിടെ 10 കൂടി, പിന്നെ 50 കൂടി, പിന്നെ 250 കൂടി, പിന്നെ 1250 കൂടി. അടുത്ത വാല്യൂ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കൂടിയേക്കണതിന്റെ വ്യത്യാസം നോക്കണം. കൂടിയേക്കണ നോക്കിയാണ് 10 കൂടി, പിന്നെ 10ന്റെ 5 ഇരട്ടി 50 കൂടി, 50ന്റെ 5 ഇരട്ടി 250 കൂടി, 250ന്റെ 5 ഇരട്ടി 1250 കൂടി. അടുത്ത ഇതിന്റെ 5 ഇരട്ടി ആയിരിക്കും വരാൻ പോകുന്നത്. 6250 കൂടണം. 6250 1250 ഗുണം 5 ചെയ്യുന്നത്, പ്ലസ് 1562 ചെയ്യുക. ഉത്തരം കിട്ടും 7812 ഉത്തരം കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്ന് മനസ്സ് വെച്ചാൽ ഈസി ആയിട്ട് കിട്ടും. 14ാമത്തെ ചോദ്യം. മുപ്പത്തെട്ട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ, അടുത്ത വരിയും നേരെയും, 38 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ മുന്നിൽ നിന്ന് താഴോട്ട് 15ാമതാണ് അനീഷിന്റെ സ്ഥാനം എങ്കിൽ താഴേന്ന് ഈ 38ാമത്തെ ആളിൽ നിന്ന് മുകളിലോട്ട് എത്രാമതാണ് സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 എന്നിങ്ങനെ 15 വരെ അനീഷ് കിടപ്പുണ്ട്. പിന്നെ അതിന് താഴോട്ട് 38 വരെ പിള്ളേരുണ്ട്. അപ്പൊ 15ന് ശേഷം എത്ര പിള്ളേരുണ്ട്? 23 പിള്ളേരുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇതിന് ശേഷം 23 പിള്ളേരും ഉണ്ട്, പിന്നെ അനീഷും ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് അവരോഹണ ക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ 23 പിള്ളേർ ബാക്കി കിടപ്പുണ്ട്. അതിനുശേഷം ആരും വരും? അനീഷും വരും. അപ്പൊ 23 + 1 24ആണ്. 24ാമനാണ് അനീഷ്. ഇത് ഈസി ആയിട്ട് 100ൽ 99% പേരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ PSCയിൽ വളരെ ബിഗിനർ ആണ് എന്നൊരു കാര്യം മാത്രം മനസ്സിലാക്കുക. 15ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ ഫയർ എന്നതിനെ DGPC എന്ന് എഴുതുന്നു. DGPC എന്ന് എഴുതുന്നു. ഷോർട്ടിനെ എങ്ങനെ എഴുതാം? ഷോർട്ട് ഇത് ചെയ്യാൻ വേറൊന്നുമില്ല. ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ ബാക്കിൽ ഇതങ്ങ് എഴുതിയിട്ട് വേണം. എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം തന്നെ ABCD മൊത്തം ഇത്രയും എഴുതിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് വയ്യാണേ. നോക്കുക. F വരുമ്പം D വരുന്നു. F ഇതാണ്. F വരുമ്പോ 1, 2 കാളം ബാക്കിലോട്ട് ചാടും. അപ്പൊ S വരുമ്പോ എത്രയായിരിക്കും? 2 കാളം ബാക്കിലോട്ട് പോകും. S വരുമ്പോ 1, 2.
ക്യൂ വന്നു. ഐ വരുമ്പം ജി വരുന്നു. ഐ വരുമ്പോ രണ്ട് കാളം ബാക്കിലോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എച്ച് വരുമ്പോ എത്ര രണ്ട് കാളം ബാക്കിലോട്ട് പോണ്ടേ? 1 2 എഫ്. ഇനി അടുത്ത 6 വരുമ്പം പി വരണം. 6 അവിടെ കിടക്കണം പി. 1 2 രണ്ട് കാളം ബാക്കിലോട്ട് പോകും. അത് കണക്ക് ഓ വരുമ്പോ രണ്ട് കാളം ബാക്കിലോട്ട് പോണ്ടേ? 1 2 എം. ഇത്രയും എഴുതി നോക്കുമ്പോൾ തന്നെ ഓപ്ഷനിൽ ഉത്തരം കിട്ടും. പിന്നെ ഞാൻ ഫുള്ള് പറയാം. ഇ വരുമ്പം സി വരുന്നു. ഇ ഇവിടെ ആകുമ്പോൾ രണ്ട് ബാക്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ ടി വരുമ്പം ടി 1 2 6 വരും. ഇങ്ങനെ എഴുതിയാണ് രണ്ട് കാളം എല്ലാ ലെറ്ററിന്റെ തൊട്ട് ബാക്കിലുള്ള രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ മാറ്റി കളയുന്ന ഇത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പ്രത്യേക ഭാഷയിൽ 16 17 അല്ലേ? 17ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം. പ്രത്യേക ഭാഷയിൽ ബാറ്റ് എന്നത് 404 എന്ന് എഴുതാം. ബെഡ് എന്നത് 45 എന്ന് എഴുതുന്നു. എങ്കിൽ ലെഗിനെ എന്തെഴുതാം? ലെഗ് എന്നത് എന്തെന്ന് എഴുതാം എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക. ബി എന്ന് പറഞ്ഞാൽ 1 2 2 കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 1. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി നോക്കണം. ഐ 9 10 11 12 13 14 15 16 17 18 19 20. ഇത് വെച്ചിട്ടാണ് ഈ ഒരു കോഡ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഒന്നുമില്ല, സ്ക്വയർ തമ്മിൽ കൂട്ടിയേക്കാണ്. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1ന്റെ സ്ക്വയർ 1 പ്ലസ് 5 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. 20ന്റെ സ്ക്വയർ 400 തമ്മിൽ കൂട്ടുമ്പോൾ 405 വരും. ഇതാണ് ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കാം. ബി എന്ന് പറഞ്ഞാൽ 2ാമത്തെ ലെറ്റർ, ഇ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലെറ്റർ, ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ ലെറ്റർ. ഇതിന്റെ എല്ലാം സ്ക്വയർ എടുത്ത് കൂട്ടി നോക്ക്. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 5ന്റെ സ്ക്വയർ 25 പ്ലസ് 4ന്റെ സ്ക്വയർ 16 തമ്മിൽ കൂട്ടി നോക്ക്. 45 കിട്ടും. 16 4 20 25 കൂടെ കൂട്ടി 45 കിട്ടും. അതേപോലെ എല്ല് ലെഗിന്റെ കണ്ടുപിടിച്ചാൽ മതി. എല്ല് എന്ന് പറയുന്നത് ഇതാ കിടക്കുന്ന കണ്ടുപിടിക്കുക. 9 10 11 12 12ന്റെ സ്ക്വയർ. ഇ എന്ന് പറഞ്ഞാൽ 5 5ന്റെ സ്ക്വയർ 25 12ന്റെ സ്ക്വയർ 144 പ്ലസ് ജിയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. ജി എന്ന് പറഞ്ഞാൽ 6 7 7ന്റെ സ്ക്വയർ 49. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും അതാണ് ഉത്തരം. നോക്കാം. 169. ഇതെല്ലാം കൂടെ 169 കിട്ടും. 209 218 കിട്ടും കേട്ടോ. എന്തെങ്കിലും ചെയ്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കുക. കാൽക്കുലേഷൻ കറക്റ്റ് ആവുന്ന എന്റെ വിശ്വാസം. അവരെടുത്തേക്കുന്ന ടെക്നിക്ക് അതാണ്. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ. സൂരജിനെ നോക്കി സംഗീത പറയുകയാണ്. സൂരജിനെ നോക്കി സംഗീത പറയുകയാണ്. സൂരജിന്റെ കാര്യം. അയാളുടെ അച്ഛൻ, സൂരജ് എവിടെ എടുത്തു? സൂരജ്. പുരുഷൻ എപ്പോഴും സ്ക്വയറും കൊടുക്കുക, സ്ത്രീക്ക് വൃത്തവും കൊടുക്കുക. സൂരജിന്റെ അച്ഛൻ ഡാഡ്. എന്റെ അമ്മായി അമ്മയുടെ ഒരേ ഒരു മകനാണ്. സൂരജിന്റെ അച്ഛൻ, അമ്മായി അമ്മ ഇതാണ്. സംഗീതയുടെ അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ സംഗീതയുടെ ഭർത്താവിന്റെ അമ്മ എന്നാണ് അർത്ഥം. സംഗീതയുടെ ഭർത്താവിന്റെ അമ്മയാണ് സൂരജിന്റെ അച്ഛൻ. അങ്ങനെ സൂരജ് സംഗീതയുടെ ആരാണെന്ന് ചോദിച്ചാൽ സൂരജിന്റെ ആരാണ് സംഗീതം ചോദിച്ചാൽ ആരാണ്? അമ്മയാണ്. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കണം. വരച്ചാൽ ഈസി ആയിട്ട് കിട്ടും. 18ാമത്തെ ചോദ്യം. 3 ചോദ്യങ്ങൾ ലെഫ്റ്റ്. രാജേഷ് 20 മീറ്റർ കിഴക്കോട്ടും. ആദ്യം അങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്, ഇത് തെക്കാണ്, ഇത് വടക്കാണ്. രാജേഷ് 20 മീറ്റർ വരയ്ക്കണം. ഒരു ഐഡിയയിൽ വരയ്ക്കണം, ചുമ്മാ വാരിക്കോലി വരയ്ക്കല്. 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ശേഷം 40 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇതുപോലെ ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കാം. 40 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ശേഷം 40 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം എന്താണ്? 30 മീറ്റർ പടിഞ്ഞാറോട്ട്. 30 മീറ്റർ. അപ്പൊ 20 കഴിഞ്ഞു പോകും. 30 മീറ്റർ. ശേഷം 40 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിൽക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇതുവരെ 20,
ഇവിടെ നിന്ന് ഇതുവരെ 30. അപ്പൊ ഈ ഡിസ്റ്റൻസ് 20ആണ്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ 30ഉം ഇവിടെ നിന്ന് ഇതുവരെ ഈ ഡിസ്റ്റൻസ് 20ഉം ഈ മൊത്തം ഡിസ്റ്റൻസ് 30 ഇത് എത്രയായിരിക്കും? 10. 20 മീറ്റർ കിഴക്കോട്ട് പോയി, 40 മീറ്റർ വടക്കോട്ട് പോയി, 30 മീറ്റർ പടിഞ്ഞാറോട്ട് പോയി, 40 മീറ്റർ തെക്കോട്ട് വന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇവിടെ തുടങ്ങിയ ഡിസ്റ്റൻസിന്റെ അതേ അളവിലെത്തി. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ഇതുവരെ 20, ഇവിടെ നിന്ന് ഇതുവരെ 30. അപ്പൊ ഈ ഡിസ്റ്റൻസ് 10. 19ാമത്തെ ചോദ്യം. ഫൈനൽ ക്വസ്റ്റ്യൻസ്. ബോർഡ് മാസാണേ. അത് പണിയാണ്. ബോർഡ് മാസാണ്. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം. പ്ലസ് വന്ന ഇൻഡുവേ എടുക്കുള്ളൂ. ഡിവൈഡ് ബൈ വന്ന പ്ലസ് എന്ന് എടുക്കും. ഹരണം വന്ന പ്ലസ് എന്ന് എടുക്കും. അടുത്ത മൈനസ് വന്ന ഡിവൈഡ് ബൈ എന്ന് എടുക്കും. ഗുണനം വന്ന മൈനസ് എന്ന് എടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാവൂ. മാറ്റി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക, എന്നിട്ട് മാറ്റി എഴുതി ചെയ്യുക. 36 ഗുണം 4 മൈനസ് 8 ഇൻറ്റു 4 ഡിവൈഡ് ബൈ. ഈ ഡിവൈഡ് ബൈ എടുക്കരുത്, കാരണം ഹരണം ഈ ചിഹ്നം വന്നാൽ മാത്രം മാറ്റി എഴുതുള്ളൂ. 4 അധികം 8 ഇൻറ്റു 2 പ്ലസ് 16 ഡിവൈഡ് ബൈ 1. ഇതിനെ മാറ്റി എഴുതി ചെയ്താൽ കിട്ടും. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 36 ഗുണം 4 എന്നാണ്. ഗുണം വന്നു കഴിഞ്ഞാൽ ഏത് എഴുതാവൂ? മൈനസ് എഴുതാവൂ. അപ്പൊ -4 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് മൈനസ് വന്നു കഴിഞ്ഞാൽ ഏതെടുക്കും? ഡിവൈഡ് ബൈ എടുക്കും. ഡിവൈഡ് ബൈ 8. ഗുണനം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൈനസ് എടുക്കുള്ളൂ. 4. ഈ ഡിവൈഡ് ബൈ ഒന്നും ഇല്ല, അതാണ് എഴുതും. 4 പ്ലസ് വന്നു കഴിഞ്ഞാൽ ഗുണനം എഴുതണം. 8 ഗുണനം വന്നു കഴിഞ്ഞാൽ മൈനസ് എടുക്കണം. 2 പ്ലസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുണനം എടുക്കണം. ഡിവൈഡഡ് ബൈ വന്നു കഴിഞ്ഞാൽ പ്ലസ് 1 എടുക്കണം. ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് എടുക്കണോണ്ട് ഫസ്റ്റ് ബ്രാക്കറ്റ് ഓഫ് ബോർഡ് മാസം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ റൂള്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അല്ലെ. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഓഫ് ചെയ്യും. അപ്പം 32 കിട്ടും. ഡിവൈഡ് ബൈ 8 കിടക്കുന്നത്. അത് വെട്ടിപ്പോകുമ്പോൾ എത്ര വരും? 4 വരും. -4 വരും. ഇതൊന്നും ചെയ്യണ്ട. മുകളിൽ 0 ആയി പോയി. പിന്നെ താഴത്തെ ഒന്നും ചെയ്യണ്ട. ഉത്തരം 0 വരുള്ളൂ. സിമ്പിളായ രീതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനൽ ക്വസ്റ്റ്യൻ. ഏതെങ്കിലുമൊക്കെ മോഡൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഈ മോഡലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരാൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ടെങ്കിൽ ഇത് മാച്ച് കളയേണ്ടിയിരുന്നു. VXJ ETL HPN KLP ഇങ്ങനെയാണെങ്കിൽ അടുത്ത എന്തിനു വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡി വരുമ്പം CDE 3 കാളം കഴിഞ്ഞാണ് അടുത്ത വരുന്നത്. ഈ കഴിഞ്ഞിട്ട് H വരും. FGH കണ്ടാ. ഇത് കഴിഞ്ഞാൽ 3 കാളം മൂന്നാമത്തെ നമ്പർ വരും. അപ്പൊ K കഴിഞ്ഞാൽ എത്ര വരും? LMN വരും. X കഴിഞ്ഞാൽ T വരണം. TIJKLMNOPQRSTUVWXYZ ഇത്രയും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. X വന്നാൽ T വരും. X വന്നാൽ 1 2 3 4 നാലാമത്തെ സംഖ്യയാണ് വരുന്നത്. നാലാമത്തെ ലെറ്റർ T വരും. T കഴിഞ്ഞാൽ പിന്നെ P ആണ് വരുന്നത്. നോക്കാം. 1 2 3 4 കണ്ട. ഇങ്ങനെയാണെങ്കിൽ KL കഴിഞ്ഞ് ബാക്കിലെടുത്ത് നാലാമെന്ന് നോക്കണം. 1 2 3 4 H ഇനി P. J കഴിഞ്ഞാൽ L വരുന്നു. J കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ. L കഴിഞ്ഞാൽ പിന്നെ N വരുന്നു. L കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ P കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ നോക്കണം. P കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ ഏതാണ്? 1 2 6 NH6 എന്നുള്ളതാണ് ഉത്തരം. ഇത്രയായപ്പം ഇത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു.